കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിടാനായിട്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ ഇതേപോലെ കൊത്തിയരിഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇതേപോലെ ചതച്ചെടുത്തു. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തട്ടിക്കൂട്ടി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് തലേദിവസം ചേർത്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉപ്പും കൂടി ഉണ്ടോ നോക്കി നോക്കണം. അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ടി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ചോറ് തിന്നാനായിട്ടൊരു ആഗ്രഹം തോന്നിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനായിട്ടുണ്ടായിരുന്നത് ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ മുട്ട ഇതേപോലെ തന്നെ സബോളയും തക്കാളിയൊക്കെ ഇട്ടുണ്ട് ഒരു മസാല പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു. പിന്നെ രസവും പപ്പടമൊക്കെ എടുത്തോട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ അച്ചാറും കൂടി എടുത്തോട്ടോ ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.